നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തൊടുകുറി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. എല്ലാവരുടെ ജീവിതത്തിലും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ എപ്പോൾ ഒരു ആശ്വാസം ലഭിക്കുമെന്നും അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് എന്നുമാണ് നിങ്ങൾ ഓരോ ദിവസവും കാത്തിരിക്കുന്നത്. അത് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മളിന്നിവിടെ 2 ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുറച്ചധികം സ്വർണ്ണ നാണയങ്ങളും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുറച്ചധികം വെള്ളി നാണയങ്ങളുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കഷ്ടതകള് ദുഃഖങ്ങള് ദുരിതങ്ങള് ഒക്കെയും എത്രയും പെട്ടെന്ന് മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഏത് ചിത്രമാണോ നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചിത്രം തിരഞ്ഞെടുത്താൽ മാത്രമേ ഫലങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴാണ് ഒന്ന് സന്തോഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് ജീവിത തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മറികടന്ന് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്നത് എന്നാലോചിക്കാത്തതായിട്ടുള്ള ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. അത്രത്തോളം മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ തീർത്തും വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. ധാരാളം കടഭാരങ്ങളുമുണ്ട്, ധാരാളം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥകളുണ്ട്. എപ്രകാരമാണ് എൻ്റെ ഈ കഷ്ടതകൾ മാറുക, അല്ലെങ്കിൽ എൻ്റെ കടഭാരത്തിൽ നിന്ന് ഒരു ഉയർച്ച കിട്ടുക, പഴയതുപോലെ എൻ്റെ ജീവിതം എപ്രകാരമാണ് നയിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നത് പഴയതുപോലെ നിങ്ങളുടെ ജീവിതം കടന്നു വരുവാനായിട്ട് കുറച്ചധികം സമയമെടുക്കും എന്നുള്ളതാണ്. അതായത് പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായിട്ടുള്ള പല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകള് കഷ്ടതകള് കടഭാരങ്ങള് ഇതൊക്കെ മാറ്റിമറിക്കപ്പെടുവാൻ ഈശ്വര സഹായത്താല് ഈശ്വരാനുഗ്രഹത്താല് മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടങ്ങളുടെയും കടഭാരങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അവസ്ഥകൾ ഇന്ന് ഏറ്റവും കൂടുതലാണ്. ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്നും പോലും നിങ്ങൾ കേൾക്കുന്ന അപമാനങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴും കൂടെ കാണുമെന്ന് നിങ്ങൾ കരുതിയ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനകൾ, ഇതൊക്കെയും നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ആവശ്യത്തിന് സഹായിച്ചവർ പോലും നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഈശ്വര സഹായത്താല് വരുന്ന ഒരു 6 ആഴ്ചയ്ക്കകം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ പുതിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കടഭാരങ്ങളെ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ ബന്ധങ്ങളെ തീർത്തും അറുത്തുമുറിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെയും കടന്നു വരും. കാരണം ആരാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന വ്യക്തമായിട്ടുള്ള ധാരണയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കടക്കാറായതെന്നും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സമൂഹത്തിൽ തലകുനിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായതെന്നുമൊക്കെയുള്ള ആ ഒരു ചിന്ത മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അതൊക്കെയും ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത്തരം അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഒരു മാറ്റമുണ്ടാകും. എല്ലാവരെയും മനസ്സിലാക്കി മാത്രം സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നവരാണോ സ്നേഹിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയാനുള്ള
ഒരു ശക്തി നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വലിയ ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. നിങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറും. തീർച്ചയായിട്ടും അതിനുള്ള ഒരു നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നാമങ്ങളൊക്കെയും ജപിച്ചുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിന് ഒരു ശക്തി കൈവരും. ആ ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെള്ളി നാണയങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. പല കഷ്ട അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളും ഏറെ സമാധാനമില്ലാത്ത അവസ്ഥയും പലതും കണ്ടും കേട്ടുമൊക്കെ ജീവിതം മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ഒരു സമാധാനമില്ലാത്ത സാഹചര്യമാണുള്ളത്. ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും മറ്റ് സുഹൃത്തുക്കൾക്കിടയിലായാലും എല്ലാ രീതിയിലും ഒരു സമാധാനക്കുറവാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. മാനസികമായിട്ടുള്ള ഒരുപാട് വിഷമതകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ജോലി ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തകർച്ചകൾ, അല്ലെങ്കിൽ എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ടും അതിനൊന്നും ഒരു ഫലം ലഭിക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടേതെന്ന് കരുതിയിരുന്ന പല വസ്തുക്കളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപോലെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇഷ്ടദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലതും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. വ്യക്തികളെ തിരിച്ചറിയാനും പല സാഹചര്യങ്ങളോട് ഇടപഴകുവാനുമൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് പല വഴികൾ കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും നിങ്ങളെ തോൽപ്പിച്ചു കളയുന്ന അനുഭവങ്ങളുണ്ട്. അതൊക്കെയും തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രയാസങ്ങൾ ഒരു അറുതി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും വരാനിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മനസ്സമാധാനമാണ്. നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ ആവാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരാൻ ഭഗവാനെ തന്നെ കൂട്ടുപിടിക്കുക. 100% ഉറപ്പായിട്ടും ഒരു നല്ല ജോലിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കും തോറും നിങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാകും. നിങ്ങൾക്ക് മനോസുഖം വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കും. അതിലെല്ലാത്തിനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കാതെ എൻ്റെ ജീവിതം എൻ്റെ ശരിയാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെയും മറികടക്കാനായിട്ടുള്ള ശക്തി നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെള്ളി നാണയങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.